ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയുടെ പേര് കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോവും. അതായത് കടലപ ദോശ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പാലക്കാടൻ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു 2 മണിക്കൂർ കുതിർത്ത ശേഷം അരച്ച് ഉടനെ ചുട്ടെടുക്കേണ്ട ഒരു ദോശയാണ്. മാത്രമല്ല ഇത് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ കൂടെയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. കടലപ ദോശ എന്ന് പറഞ്ഞ് ശീലിച്ച് അടദോശ എന്ന് പറയാൻ വല്ലാത്ത കഷ്ടമുണ്ട്. എന്നാലും പറയുകയാണ്, നമ്മുടെ ഈ അടദോശയ്ക്ക് ഇഡ്ഡലി അരിയോ അല്ലെങ്കിൽ ഏത് പുഴുങ്ങലരി എടുത്താലും വിരോധമില്ല. അതെടുക്കണം. പിന്നെ ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, കപ്പലമുളക് ഇതെല്ലാം നന്നായിട്ട് കഴുകി നല്ല വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കൂ. ഈ മാവ് അരച്ച ഉടനെ ഉണ്ടാക്കണത് കൊണ്ട് ഒരുപാട് ഈ മാവ് സ്റ്റോർ ചെയ്ത് വെക്കണത് അത്ര നന്നല്ല. കുറച്ചൊന്ന് പുളി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രഷായിട്ട് ഇത് അരയ്ക്കുക, ഉണ്ടാക്കുക. ഇനി നമുക്കിത് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. അതും പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ഒന്നും പാതിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി വെള്ളമില്ലാതെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം. ഞാനിത് അരച്ചിട്ട് വരാം. അപ്പം ഞാൻ എന്താ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അരയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് അരയ്ക്കാം. പരിപ്പൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. കാരണം ചിലതൊക്കെ നമ്മൾ ഈ അട ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കടിക്കുന്ന സമയത്ത്. അത് കാരണം ഒരുപാട് പേസ്റ്റ് പോലെ ഇത് അരക്കില്ല. ഇനി ഇതുപോലെ നമ്മളെല്ലാം അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ മാക്സിമം അത് ഒരു നേരത്തേക്ക് ഉണ്ടാക്കണതാണ് നല്ലത്. കാരണം പുളി വരാൻ പാടില്ല ഈ മാവിൽ. പുളി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുകയാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഈ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ചെറിയുള്ളി ഇട്ടാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് കറിവേപ്പില, കായപ്പൊടി, പിന്നെ വേണ്ടത് ഉപ്പാണ്, അതിടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പണ്ട് കാലത്ത് ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കനലടുപ്പായിരിക്കുമല്ലോ, അതിൻ്റെ മുകളിൽ നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ചിട്ട് ഈ മാവ് എടുത്തിട്ട് കൈ കൊണ്ടാണ് പരത്തി അത് റൗണ്ടാക്കി എടുക്കുക. മുമ്പ് അങ്ങനെ ദോശ ചുടുമെങ്കിലും ഇപ്പോൾ ഞാൻ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കും. എന്നാലേ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം തന്നെയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇരുമ്പിൻ്റെ ദോശക്കല്ലുള്ളവർ അതിൽ തന്നെ ചെയ്യണതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മാവ് എടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ ചെയ്യില്ലേ അതേപോലെ തന്നെ എത്രത്തോളം സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്പ്രെഡ് ചെയ്യണം. ഒരുപാട് തിക്കാവരുത്, കാരണം പിന്നെ അത് ഉള്ളൊന്നും ശരിക്കും വേവില്ല. ഈ ഒരു വട്ടം മതിയാവും. ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്ക് ആയ കാരണം അധികം എണ്ണയില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഈ ദോശയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം. ഇപ്പോൾ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കണേ. കുറച്ച് സമയം എടുക്കും. നമ്മുടെ മറ്റേ നോർമൽ ദോശ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുത്താലേ നന്നായിട്ട് വെന്ത് വരുള്ളൂ. കുറച്ച് ഒന്ന് ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണത്. അതുപോലെ തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വേവും വേണം. അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടാവും. തുറന്നു നോക്കാം. മറിച്ചിടാം. മറിച്ചിട്ട ശേഷം കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇട്ട ഭാഗം കുറച്ച് പെട്ടെന്ന് മൊരിഞ്ഞ് വരും. പക്ഷേ ഈ നമ്മൾ തിരിച്ചിട്ടുമല്ലോ, അതിന് ശേഷം കുറച്ച് സമയം എടുക്കും. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ക്രിസ്പി ടേസ്റ്റി കടലപ ദോശ റെഡി ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അടദോശ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത് അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു കടലപ ദോശയായിട്ട്. അതിന് അവർ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നത് അവിയലാണ്. നമ്മുടെ അവിയലുണ്ടല്ലോ, അതാണ് അവർ അട അവിയലിനാണ് ഹോട്ടൽസിലൊക്കെ കോമ്പിനേഷനായിട്ട് കിട്ടണത്. നമ്മൾ ഇതിന് റോ ആയിട്ട് അരയ്ക്കണ ഉള്ളിച്ചമ്മന്തിയാണ്
സാധാരണ കൂട്ടി കഴിക്കാറ്. പഞ്ചസാരയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ കൂടെ നല്ലതാണ്. പിന്നെ ഇത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇത് ഉണ്ടാക്കി ചൂടോടെ വേണം കഴിക്കാനായിട്ട്. ആറിക്കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയി പോവും. ഞങ്ങളുടെ വീട്ടിൽ 5 പേരുള്ള കാരണം ഞാൻ ഒരു ദോശക്കല്ലല്ല 2 ദോശക്കല്ല് വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിലാവും. ഇതാ ഞാൻ ഈ ദോശ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പായിട്ട് നിർത്താം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഈ ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇഷ്ടം. നമ്മുടെ ഈ കറുപറ ദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പച്ചയ്ക്ക് അരയ്ക്കണ ചെറിയുള്ളിയുടെ ചമ്മന്തിയാണ്. അത് ഞാൻ അടുത്തതായിട്ട് തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.